അവിടെ പോയി നടത്തിയ ടെസ്റ്റിലാണ് ഞങ്ങൾ വളരെ വലിയൊരു കാര്യം തിരിച്ചറിയുന്നത്. ഈ കൊണ്ടുപോയ എക്കോ എന്ന് പറയുന്നത് എന്നോട് ഡോക്ടർ മനു വർമ്മ, ആ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മനു വർമ്മ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്: ഈ നിങ്ങൾ ഇവിടെ SCT ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്ന ഈ എക്കോ ഈ പേഷ്യന്റേതല്ല. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രകുമാറിന്റേതല്ല. ഈ ബാലചന്ദ്രകുമാറിന്റെ എക്കോ എന്ന് പറയുന്ന ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ചെടുത്ത് എക്കോ എനിക്ക് കാണിച്ചു തരികയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മുടെ ബാലചന്ദ്രകുമാർ എല്ലാവർക്കും അറിയാം, സംവിധായകനായിട്ടുള്ള ബാലചന്ദ്രകുമാർ, അദ്ദേഹത്തിന്റെ മരണം നമ്മളെ എല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒന്നാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ വലിയൊരു ദുരൂഹത ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ, അതായത് ഷീബ മിനി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. വെറും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അശ്രദ്ധ എന്നതിനപ്പുറം തന്റെ ഭർത്താവിനെ ഡോക്ടർമാർ ചേർന്ന് പ്ലാൻ ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിട്ടതാണോ എന്ന് അവർ ശക്തമായിട്ട് സംശയിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പാടായിരിക്കും. കാരണം നമ്മൾ ദൈവത്തെ പോലെ കാണുന്നവരാണ് ആരെ, ഡോക്ടർമാരെന്ന് പറയുന്നത്. പക്ഷെ അവർ പുറത്തുവിട്ട ചില തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ ഇതിൽ എവിടെയൊക്കെയോ വലിയൊരു ചതി മണക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഈ ഒരു വിഷയത്തെ വളരെ ഡീപ്പായിട്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഷീബ മിനി പറഞ്ഞ കാര്യങ്ങളൊന്ന് അവരുടെ വോയിസ് കേട്ട് നോക്കാം. ന്യൂസിൽ വന്ന വാർത്തയാണ്. ന്യൂസിലാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഒരു അവർ സംസാരിച്ചത്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡോക്ടേഴ്സ്, ഒന്ന് ഡോക്ടർ ശിവരാമകൃഷ്ണൻ യൂറോളജിസ്റ്റ്, ഒന്ന് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജലക്ഷ്മി. ഈ രണ്ട് ഡോക്ടർക്കെതിരെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ SCT ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ബാലുവിന് റെക്കറന്റ് ആയിട്ട് പനി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു ടെസ്റ്റിൽ ബാലുവിന് കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടു. റൈറ്റ് കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടു. ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഡോക്ടർ ശിവരാമകൃഷ്ണനെ ബാലുവിന് ഒരു 30 years കൊണ്ട് അറിയുന്നതാണ്. അങ്ങനെ അവിടെ പോയി ഡോക്ടർ നമ്മൾ റിസൾട്ട് കാണിക്കുമ്പോൾ, ഈ CT റിപ്പോർട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അതെ, ഒരു സ്റ്റോൺ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ റിക്കറന്റ് ആയിട്ട് പനി വരുന്നത്. നമുക്ക് കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ആ ഇൻഫെക്ഷൻ ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് ഈ സ്റ്റോൺ റിമൂവ് ചെയ്യാം, അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അഡ്മിറ്റ് ആവുന്ന സമയത്ത് ശിവരാമകൃഷ്ണൻ ഞങ്ങളുടെ നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞേക്കുന്നു. അവിടെ പോകുമ്പോൾ ഡോക്ടർ വിഷ്ണുവും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഡോക്ടർ വിഷ്ണുവിനെ കാണുന്ന സമയത്ത് ബാലുവിന്റെ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 6.2 ആയിരുന്നു. അപ്പോൾ വിഷ്ണു പറഞ്ഞു നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റ് ആയി റൂമിലോട്ട് എത്തി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങളോട് ശിവരാമകൃഷ്ണൻ ഡോക്ടർ റൂമിൽ വന്നിട്ട് പറഞ്ഞു, അല്ല, നമുക്ക് ട്രീറ്റ്മെന്റ് അല്ല, നമുക്ക് എന്തായാലും സ്റ്റോൺ റിമൂവ് ചെയ്യാം, ആദ്യം നാളെ നമുക്ക് സ്റ്റോൺ റിമൂവ് ചെയ്യാം, എന്നിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവര് പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ആയപ്പോൾ ക്രിയാറ്റിൻ കുറയേണ്ട ക്രിയാറ്റിൻ കൂടി. അതിന്റെ അടുത്ത ദിവസം ഇങ്ങനെ കൂടി. അങ്ങനെ ഒരു 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ക്രിയാറ്റിന്റെ ലെവൽ എന്ന് പറയുന്നത് 11.5 ആയി. ഈ സമയത്ത് ഡോക്ടർ വിഷ്ണു ഓരോ ദിവസവും ഞങ്ങളോട് വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ക്രിയാറ്റിൻ എന്തുകൊണ്ട് കൂടുന്നു എന്ന് അവർക്ക് അറിയത്തില്ല, എങ്ങനെയാണ് കൂടുന്നത്. വിഷ്ണു ഡോക്ടർക്ക് അത്ഭുതമായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ക്രിയാറ്റിന്റെ ലെവൽ ചിലപ്പോൾ കയറുന്നതായിരിക്കാം, കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ കുറയുമായിരിക്കാം എന്നായിരുന്നു വിഷ്ണു ഡോക്ടർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ ബാലുവിന്റെ ബ്ലഡ് ടോക്സിക് ആയി വരുന്നു, ക്രിയാറ്റിൻ, യൂറിയ, പൊട്ടാഷ്യം ഇങ്ങനെ എല്ലാം കൂടി ലെവൽ കൂടി വരുന്നു. ബാലുവിന് ബ്രീത്തിങ് പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെയപ്പോൾ ഡോക്ടർ വിഷ്ണു ഞങ്ങളോട് പറയുന്നു ഡയാലിസിസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല, ഇനി ഡയാലിസിസിലോട്ട് പോകണം എന്ന് പറയുന്നു. പക്ഷേ ശിവരാമകൃഷ്ണൻ അത് സമ്മതിക്കുന്നില്ല. ഡയാലിസിസ് വേണ്ട എന്ന് തന്നെയാണ് ശിവരാമകൃഷ്ണൻ വന്ന് നമ്മളോട് പറയുന്നത്. എന്നിട്ട് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്നറിയില്ല. വിഷ്ണു ഡോക്ടർ ശിവരാമകൃഷ്ണൻ തമ്മിൽ സംസാരിച്ചിട്ടാണോ തീരുമാനിച്ചതെന്നറിയില്ല. ഉച്ചയായപ്പോൾ അന്നേ ദിവസം ഈ 5ാമത്തെ ദിവസം ഉച്ചയായപ്പോൾ ഞങ്ങളോട് വന്ന് പറയുന്നു ഡയാലിസിസിലേക്ക് പോകണം, അല്ലാതെ പറ്റില്ല എന്ന് ശിവരാമകൃഷ്ണൻ വന്ന് പറയുന്നു. അങ്ങനെയാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയാലിസിസിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, ബാലുവും ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നി രണ്ടും ഡാമേജ് ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഗതിയല്ലേ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംസാരം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ധൃതി പിടിച്ചുള്ള ഒരു ഓപ്പറേഷൻ തന്നെ നടന്നിട്ടുണ്ട്. അതായത് യൂറോളജി ഭാഗത്തിൽ ധൃതി പിടിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത് തന്നെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിലാണ്. ബാലചന്ദ്രകുമാറിന് കിഡ്നിയിൽ ഒരു സ്റ്റോൺ കണ്ടതിനെ തുടർന്ന് അത് മാറ്റാനാണ് ഇവരവിടെ പോകുന്നത്. അഡ്മിറ്റ് ആകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ ലെവൽ 6.2 ആയിരുന്നു. അത്യാവശ്യം ഉയർന്ന ഒരു ലെവലാണ്. അവിടുത്തെ നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള, അതായത് കിഡ്നി രോഗ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർ വിഷ്ണു ആണ് ഒരു നിർദ്ദേശം വെച്ചത്. അദ്ദേഹം പറഞ്ഞ കിഡ്നിയിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്, അത് മരുന്ന് തന്ന് മാറ്റിയിട്ട് നമുക്ക് പതുക്കെ ഓപ്പറേഷൻ ചെയ്യാം എന്നൊക്കെ തന്നെയായിരുന്നു. മെഡിക്കൽ പരമായിട്ട് നോക്കിയാൽ അതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വഴി. പക്ഷെ ഇവിടെയാണ് ആദ്യത്തെ അസ്വാഭാവികത നടക്കുന്നത്. അതായത് അവിടുത്തെ യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശിവരാമകൃഷ്ണൻ അദ്ദേഹം നേരിട്ട് വന്നിട്ട് പറയാണ് അതൊന്നും വേണ്ട, നമുക്ക് നാളെ തന്നെ സ്റ്റോൺ മാറ്റാം എന്നത്. എന്തായാലും നെഫ്രോളജിസ്റ്റിന്റെ നിർദ്ദേശം മറികടന്ന് പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഫലം എന്തായിരുന്നു? സാധാരണഗതിയിൽ കുറയേണ്ട ക്രിയാറ്റിൻ ലെവൽ 5ാം ദിവസം ആയപ്പോഴേക്കും വളരെ ഉയർന്ന ലെവലായി മാറി. അതായത് കിഡ്നിയുടെ പ്രവർത്തനം അവിടെ പൂർണ്ണമായിട്ടും തകരാറിലായി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്?
ഇൻഫെക്ഷൻ നിലനിൽക്കുമ്പോൾ എന്തിനാണ് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ അത്രയും ധൃതി പിടിച്ച് ഓപ്പറേഷൻ ചെയ്തത്? എന്നാൽ അതിലും വലിയ ദുരൂഹത എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബാലചന്ദ്രകുമാറിന്റെ യാതൊരു കുഴപ്പമില്ലാതിരുന്ന പൂർണ്ണ ആരോഗ്യവത്തായിട്ടുള്ള ഒരു ഇടത് കിഡ്നി ഉണ്ടായിരുന്നു. അവിടെ കൂടി ഡോക്ടർമാർ ഇവിടെ സ്റ്റെന്റ് ഇട്ടു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സേഫ് സൈഡിനെ എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് മറ്റു ഡോക്ടർമാരെ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് പറയുന്നത് യാതൊരു പ്രശ്നവുമില്ലാത്ത ആ കിഡ്നിയിൽ തൊടാൻ പോലും പാടില്ല എന്നുള്ളത്. ആവശ്യമില്ലാതെ ഒരു അവയവത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൂടാൻ മാത്രമേ കാരണമാകൂ എന്ന് ഏതൊരു സാധാരണക്കാരനും അറിയാം. അപ്പോൾ പിന്നെ ആ ഡോക്ടർ അത് ചെയ്തത് എന്തിനാണ്? അപ്പോൾ ഞങ്ങൾ വിഷ്ണു ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ക്രിയാറ്റിൻ കയറുന്നു എന്നുള്ള കാര്യം അറിയില്ല. ഒരു കാരണവശാലും സംഭവിക്കേണ്ടതല്ല, പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു. ഇനിയും നമ്മൾ നോക്കിയിരുന്നാൽ ജീവനാപത്താണ്. ഡയാലിസിസ് ചിലപ്പോൾ ഒരു 4-5 ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇത് കറക്റ്റായി വരും എന്ന് വിഷ്ണു ഡോക്ടർ ഞങ്ങളോട് പറയുന്നു. അങ്ങനെ ഡയാലിസിസ് കഴിഞ്ഞു, ഫസ്റ്റ് ഡയാലിസിസ് കഴിഞ്ഞു, പിറ്റേ ദിവസം ഞങ്ങളോട് ശിവരാമകൃഷ്ണൻ ഡോക്ടർ വന്ന് പറയുവാണ്, ബാലുവിനോട് പറയുവാണ്, എടാ ഇങ്ങനെ നോക്കിയിരിക്കണ്ടേ, ചുമ്മാ നീ ഡയാലിസിസ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല, നീ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പ്ലാൻ ചെയ്യണം. അതായത് ഈ ഡോക്ടർ തന്നെ നിംസ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു. ആ നിംസ് ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് ബാലുവിന്റെ ഒരു ഫ്രണ്ടിന്റെ ഹോസ്പിറ്റൽ കൂടെയാണ്. അപ്പൊ പറയാണ് നിങ്ങൾ അവിടെ പോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് നമ്മളോട് രണ്ടാമത്തെ ദിവസം പറയുന്നു. നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു ഡോക്ടർ പറയുന്നത് വെച്ചാൽ 3-4 ഡയാലിസിസ് കഴിയുമ്പോൾ ബാലു ഓക്കെ ആവും. ഇത് നമ്മളോട് ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ അതിനുശേഷം പിന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ഡയാലിസിസ് കൂടി വരുന്നതിനകത്ത് ബാലുവിന് ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഉറപ്പായിട്ടും കിഡ്നി ഡാമേജ് ആയി എന്നും മനസ്സിലാക്കുക. അങ്ങനെ പോയി ഒരു 6 മാസങ്ങൾക്ക് ശേഷം ബാലുവിന് ഹാർട്ടിന് പ്രശ്നം വരുന്നു. ഹാർട്ടിന് പ്രശ്നം വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഒരു സ്റ്റെന്റ് ഇട്ടു. അങ്ങനെ 1 ഇയർ കഴിഞ്ഞു പോയി. 1 ഇയർ കഴിയുമ്പോഴേക്കാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടി ഡോക്ടർ രാജലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. രാജലക്ഷ്മി 1 ഇയർ കൊണ്ട് അവരുടെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന പേഷ്യന്റ് ആണ് ബാലു. അപ്പോൾ ഡോക്ടർ രാജലക്ഷ്മി എക്കോയും ECG ഒക്കെ എടുത്ത് നോക്കിയതിനു ശേഷം പറഞ്ഞു ബാലുവിന് ട്രാൻസ്പ്ലാന്റിന് ഓക്കെയാണ്, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഹാർട്ട് കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണ്, ഒരു പ്രശ്നങ്ങളോട് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകുമെന്ന് പറയുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഈ SUT ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ട്രാൻസ്പ്ലാന്റ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ വിഷ്ണു ഡോക്ടറെ പോയി കാണുന്നു. അപ്പോൾ വിഷ്ണു ഡോക്ടർ ഈ ഫിറ്റ്നസ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ വിഷ്ണു ഡോക്ടറെ പോയി കാണുന്നത്. അപ്പോൾ ഈ എക്കോ കൊണ്ടുപോയി ഡോക്ടർ വിഷ്ണുവിനോട് പറയാണ്, രാജലക്ഷ്മി ഞങ്ങൾക്ക് ഫിറ്റ്നസ് തന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ഡോക്ടർ ആ സമയത്ത് നമ്മളോട് പറയുന്നു ഈ ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾക്ക് ബാലുവിന് കിഡ്നി തരാമെന്ന് പറഞ്ഞിരുന്നത് ബാലുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ സുഹൃത്തുക്കളുടെ കിഡ്നി ആണെങ്കിൽ എടുക്കത്തില്ല, ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവിന്റെ ആണെങ്കിൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം വിഷ്ണു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അത് കഴിഞ്ഞു ഞങ്ങൾക്ക് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോയി നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട്. അവിടെ പോയി നടത്തിയ ടെസ്റ്റിലാണ് ഞങ്ങൾ വളരെ വലിയൊരു കാര്യം തിരിച്ചറിയുന്നത്. ഈ കൊണ്ടുപോയ എക്കോ എന്ന് പറയുന്നത് എന്നോട് ഡോക്ടർ മനു വർമ്മ, ആ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മനു വർമ്മ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്: ഈ നിങ്ങൾ ഇവിടെ SCT ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്ന ഈ എക്കോ ഈ പേഷ്യന്റേതല്ല, പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രകുമാറിന്റേതല്ല, ഈ ബാലചന്ദ്രകുമാറിന്റെ എക്കോ എന്ന് പറയുന്ന ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ചെടുത്ത് എക്കോ എനിക്ക് കാണിച്ചു തരികയാണ്. ഇവിടെ ഏറ്റവും വലിയ അടുത്ത ക്രിമിനൽ ചതി എന്ന് പറയുന്നത് മാറിപ്പോയ എക്കോ റിപ്പോർട്ട്. അതായത് ഇതിനേക്കാളും ഞെട്ടിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണിത്. കിഡ്നിയുടെ അവസ്ഥ മോശമായതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കണമെങ്കിൽ ഹാർട്ടിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ ഇവർ കാണിക്കുന്നത് അവിടുത്തെ കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രാജലക്ഷ്മിയാണ്. 1 വർഷത്തോളമായി ബാലചന്ദ്രകുമാർ ഇവരുടെ അണ്ടറിലാണ് ഹാർട്ടിലെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നത്. അവരെ എക്കോയും ECG ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ഹാർട്ടിന് ഒരു കുഴപ്പവുമില്ല, 100% ഓക്കെയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇതും വിശ്വസിച്ച് ഇവർ കിഡ്നി മാറ്റി വെക്കാനായിട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലും എത്തി. അവിടെ വെച്ച് റിപ്പോർട്ടുകൾ പരിശോധിച്ച് അവിടുത്തെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഈ ഒരു കേസിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു എക്കോ റിപ്പോർട്ട് ഒരിക്കലും ബാലചന്ദ്രകുമാറിന്റേതല്ല എന്നുള്ളത്. തുടർന്ന് അവർ അവിടെ വെച്ച് തന്നെ അടിയന്തരമായിട്ട് ആൻജിയോഗ്രാം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു സത്യം പുറത്തു വരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ 3 പ്രധാന ബ്ലോക്കുകളായിരുന്നു, കൂടാതെ മറ്റു നിരവധി ബ്ലോക്കുകളുമുണ്ട്. എന്നിട്ട് പിന്നെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ബാലുവിന് നിരവധി ബ്ലോക്കുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. പിന്നെ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ബൈപ്പാസിനായിട്ട് പോകുന്നത്. ഇതാണ് ബാലു അവിടെ പോയി. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. പിന്നീടുണ്ടായ ഇൻഫെക്ഷനിലാണ് ബാലുവിന്റെ മരണത്തിന് കാരണമാകുന്നത്. ആ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടായ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ബാലു റൂമിൽ വന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ബ്രീത്തിങ്ങിന്റെ പ്രശ്നം കൂടി. അപ്പോൾ പോയി ICUലായി ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ ആണെന്ന് അറിയുന്നു. ആ ഇൻഫെക്ഷൻ കാരണമാണ് ബാലു മരണത്തിലേക്ക് പോകുന്നത്. ഈ SCT ഹോസ്പിറ്റലിലെ ഡോക്ടർ ശിവരാമകൃഷ്ണനെ സംശയിക്കാനുള്ള കാരണങ്ങളിൽ ചിലത് എന്ന് പറയുന്നത്, ഞങ്ങളോട് വന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം
പുള്ളി പറയുന്നത് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകുമോ, അതായത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഈ പുള്ളിയുടെ ക്രിയാറ്റിന്റെ ലെവൽ താഴോട്ട് വരത്തില്ല, കിഡ്നി ഡാമേജ് ആയിട്ടുണ്ട്, അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഉള്ള ഓപ്ഷൻ എന്ന് ശിവരാമകൃഷ്ണന് കൃത്യമായിട്ട് അറിയാം. ഡോക്ടർ വിഷ്ണുവിന്റെ അറിവെന്ന് പറയുന്നത് ഒരു 3-4 ഡയാലിസിസ് കഴിയുമ്പോൾ ബാലു ഓക്കെ ആകും എന്നുള്ളതാണ് ഡോക്ടർ വിഷ്ണു പറയുന്നത്. പിന്നീട് അതിനുശേഷം ബാലുവിനെ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ബാലുവിന്റെ യൂറിനിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഏകദേശം 1-1.5 ആഴ്ചയോളം തുടർച്ചയായിട്ട് ബ്ലഡ് വന്നു. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവിടെയാണ് അഡ്മിറ്റ് ആകുന്നു. ഏകദേശം 1-1.5 ആഴ്ചയോളം അവിടെ നമ്മൾ കിടക്കുന്നു. പക്ഷേ ഈ ബ്ലഡിന്റെ അളവ് ഫുള്ള് ബ്ലഡായി ഇങ്ങനെ പോകുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോ എന്തുകൊണ്ട് എന്നുള്ളത് എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് കണ്ടെത്താനേ കഴിയുന്നില്ല. ഒടുവിൽ ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ ബാലുവിനോട് പറഞ്ഞു, ഈ ഡയാലിസിസ് സമയത്ത് എടുക്കുന്ന ഹെപ്പാറിനും ഈ സ്റ്റെന്റും കൂടെ ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ ബ്ലഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റെന്റ് അങ്ങ് റിമൂവ് ചെയ്താൽ ആ ബ്ലഡിൽ വരുന്നത് നിൽക്കും. ബാലുവിന്റെ അപ്പോഴേക്കും ഈ ബ്ലഡിന്റെ അളവൊക്കെ വളരെ കുറഞ്ഞ് അനീമിക്കിന്റെ അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശിവരാമകൃഷ്ണൻ ഈ സ്റ്റെന്റ് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ ബാലു അല്പ ദേശത്ത് തന്നെ പറയേണ്ടി വന്നു, എന്തായാലും ഓക്കെ, എന്ത് ഇൻഫെക്ഷൻ വന്നാലും ഞാൻ കഴിച്ചോളാം, എനിക്ക് സ്റ്റെന്റ് റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെന്റ് റിമൂവ് ചെയ്തു. ഈ സ്റ്റെന്റ് റിമൂവ് ചെയ്യുന്ന സമയത്താണ് ബാലു അറിയുന്നത് 2 സ്റ്റെന്റ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോ ഫസ്റ്റ് ഈ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഭാഗത്ത് സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് സേഫ് സൈഡ് ഇട്ടതാണെന്ന് പറഞ്ഞു എന്നോട്. ബാലുവിനോടും ഇത് തന്നെയാണ് പറഞ്ഞത്. സ്റ്റെന്റ് എടുക്കുന്ന സമയത്ത് ബാലുവിനോടും പറഞ്ഞതെന്ന് വെച്ചാൽ സേഫ് സൈഡ് ഇട്ടു എന്നുള്ള കാര്യമാണ്. അവിടുന്ന് ബാലു എന്ന് വന്നതിന് ശേഷം ബാലു ഡോക്ടേഴ്സിനോട്, ബാലുവിന്റെ ഫ്രണ്ട്സ് ആയ ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഞെട്ടലോട് കൂടിയാണ് പറഞ്ഞത്, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ബാലുവിന്റെ ഈ റിപ്പോർട്ട് നമ്മൾ കൊണ്ടുപോയ CT റിപ്പോർട്ട് ബാലുവിന്റെ ഫ്രണ്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം നോക്കിയതിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് കിഡ്നി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത, ഒന്നും ഇല്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കിഡ്നിയാണ് ലെഫ്റ്റ്. ഒരു കാരണവശാലും അവിടെ തൊടാൻ പാടില്ലാത്തതാണ്. എന്തിന് അയാൾ ചെയ്തു എന്നുള്ളത് പല ഡോക്ടേഴ്സിനെ ഞങ്ങളോട് ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിവരാമകൃഷ്ണൻ ഡോക്ടറെ കാണാൻ വേണ്ടി പലതവണ ശ്രമിച്ചു. നമുക്ക് പറ്റിയില്ല. ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തു. അന്ന് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി അവിടെ പോയിട്ടുണ്ടായിരുന്നു. ബാലു ഇക്കാര്യം ഈ ശിവരാമകൃഷ്ണൻ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൽ നേഴ്സ് ഉണ്ട്, ആ പുള്ളിക്കാരനോട് സ്ഥിരമായി പറയുന്നുണ്ട്. അവിടുത്തെ നേഴ്സുമാരോട് പലപ്പോഴും പലരോടും പറയുന്നുണ്ടായിരുന്നു. ഒടുവിലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അറിയാൻ കഴിഞ്ഞത് പുള്ളി ഇവിടുന്ന് അമേരിക്കയിലേക്ക് പുള്ളിയുടെ മകന്റെ അടുത്തേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞ ശേഷമാണ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ തിരിച്ചെത്തുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഒരു ഇങ്ങനെ സ്റ്റെപ്പിന്റെ അവിടെ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടു. ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ തിരിച്ച് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ പലപ്പോഴും പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസുമായിട്ട് മുമ്പോട്ട് പോകാം എന്ന്. ബാലുവിന്റെ കൂടിയില്ല, അതായത് ബാലുവിന്റെ ബ്രദേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ആണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടത്, എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇതില് എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ കൂടിയുള്ള ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാല്, ബാലു വീണ്ടും ഒരു കേസുമായിട്ട് പോയാൽ, ഇപ്പോ മറ്റൊരു കേസ് സാക്ഷിയാണ്, അപ്പോൾ വീണ്ടും ഒരു കേസുമായിട്ട് പോകുമ്പോൾ അടുത്ത് നമുക്ക് ട്രാൻസ്പ്ലാന്റിനോട്ട് പോകേണ്ടതാണ്. ആ സമയത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ശ്രമിക്കും, ഒരുപക്ഷെ മറ്റൊരു ഹോസ്പിറ്റലിൽ നമുക്ക് പോകാൻ പറ്റാണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അതുകൊണ്ട് തൽക്കാലം വേണ്ട, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേസുമായിട്ട് പോകാമെന്ന് നമ്മൾ തീരുമാനിക്കായിരുന്നു ചെയ്തത്. കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 100% ബ്ലോക്ക് ഉള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയ്ക്ക് ഒരിക്കലും ഒരു നോർമൽ എക്കോ റിപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ ആ ഡോക്ടർ പരിശോധന നടത്താതെ വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി നൽകി, അല്ലെങ്കിൽ മറ്റാരുടെയോ റിപ്പോർട്ടായിരിക്കും ബാലചന്ദ്രകുമാറിന്റെ പേരിൽ വെച്ച് നൽകിയത്. ഒരു രോഗിക്ക് എപ്പോൾ വേണമെങ്കിലും ഹൃദയാഘാതം വന്ന് മരിക്കാൻ കാരണമായിരിക്കാവുന്ന അത്രയും വലിയൊരു ക്രിമിനൽ ചതിയാണിത്. മുൻപ് പലതവണ കടുത്ത നെഞ്ചുവേദനയുമായിട്ട് ഇവര് അർദ്ധരാത്രിയിലൊക്കെ ചെന്നിട്ട് പോലും അത് വെറും ഗ്യാസിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഡോക്ടർ അവരെ മടക്കി അയക്കുകയായിരുന്നു. ശരിക്കും ഈ 2 ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റമാണ് സംശയങ്ങൾ പൂർണ്ണമാക്കുന്നത്. എറണാകുളത്തെ യഥാർത്ഥ റിപ്പോർട്ടുമായിട്ട് ഷീബ മിനി തിരികെ വന്ന് ചോദ്യം ചെയ്തപ്പോൾ ഡോക്ടർ രാജലക്ഷ്മി പരിഭ്രാന്തിയാവുകയും മറ്റാരുമില്ലാതെ മുറിയിലേക്ക് അവരെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ചെയ്തത്. അവര് പറഞ്ഞത് മറുപടി പറയാൻ ഒരാഴ്ചത്തെ സമയം വേണം എന്നൊക്കെ തന്നെയാണ് അവർ ആവശ്യപ്പെട്ടത്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ പലതവണ ശ്രമിച്ചിട്ട് പോലും ഡോക്ടർ ശിവരാമകൃഷ്ണനെ കാണാൻ അനുവാദം നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പെട്ടെന്ന് തന്നെ നീണ്ട ലീവ് എടുത്തിട്ട് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയതെന്നും, ഹൃദയത്തിലെ ഈ ബ്ലോക്കുകൾ കാരണം തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായ ബാലചന്ദ്രകുമാറിനെ പിന്നീട് ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു അടിയന്തര ബൈപ്പാസ് സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. സർജറിയൊക്കെ സക്സസ് ആയിരുന്നു. പക്ഷെ മുൻപ് നടന്ന തെറ്റായിട്ടുള്ള ഈ ചികിത്സകൾ കാരണം ശരീരം അത്രമാത്രം വീക്കായതുകൊണ്ടും സർജറിക്ക് ശേഷം ഉണ്ടായ കടുത്ത ഇൻഫെക്ഷൻ കാരണമാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ബാലചന്ദ്രകുമാർ കേരളത്തെ ഉലച്ച ഒരു പ്രമുഖ കേസിലെ നിർണായക സാക്ഷിയായിരുന്നു. അദ്ദേഹം കോടതിയിൽ ഹാജരാകേണ്ട കൃത്യസമയത്താണ് ഈ ഒരു രോഗാവസ്ഥകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിക്കൽ വീഴ്ചകൾ വെറുമൊരു അശ്രദ്ധയല്ല, മറിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആരെങ്കിലും ബോധപൂർവം ചെയ്യിച്ചതാണോ എന്നുള്ള സംശയമാണ് ഭാര്യ ഷീബയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്തായാലും ആ സംശയം നമുക്കും തള്ളിക്കളയാൻ പറ്റില്ല. നിലവിൽ ഇതിനെതിരെ കുടുംബം മുഖ്യമന്ത്രിക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്.
ഒരു വലിയ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ കയ്യിൽ തെറ്റായ എക്കോ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്ന് ശിവ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ പിന്നിലെ സത്യങ്ങൾ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു സാധാരണ മെഡിക്കൽ വീഴ്ചയാണോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വാർത്തകളാക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.